ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്ന രോഹിത്തിൻ്റെ അടുക്കിലേക്ക് കൃഷ്ണമോൾ വരുന്നുണ്ട്. അല്ല, എന്താ ഏട്ടൻ്റെ പ്രശ്നം? എന്താ ഏട്ടൻ താഴോട്ടൊന്നും ഇറങ്ങി വരാത്തത്? ഇപ്പോഴും ഏട്ടൻ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഏയ് അതൊന്നും അല്ല മോളെ, ഞാൻ ഓർക്കുമായിരുന്നു അലീന ചേച്ചിക്ക് എന്നെ എങ്ങനെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നു. ഞാൻ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചേച്ചിയോട് ചെയ്തത്. ചേച്ചിയെ ചീത്ത പറയുകയും ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെയല്ലേ ചേച്ചി എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അങ്ങനെയാണ് ചേട്ടാ എൻ്റെ അലീന ചേച്ചി. ചേച്ചി ഒരിക്കലും ഒരാളെയും ദ്രോഹിക്കില്ല. എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ചേച്ചി ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ അലീന ചേച്ചി അങ്ങനെയാണ്. ഒരുത്തരെയും ദ്രോഹിക്കണമെന്നൊരു ചിന്ത പോലും എൻ്റെ ചേച്ചിയുടെ മനസ്സിലില്ല. രോഹിത്തേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പോലെ തന്നെയാണ് അലീന ചേച്ചി ശരണ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അലീന ചേച്ചി ഇപ്പോൾ എല്ലാവരും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മുടെ അമ്മ ഒഴികെ. അല്ലെങ്കിലും നമ്മുടെ അമ്മ ഉടനെയൊന്നും അലീന ചേച്ചി മനസ്സിലാക്കാൻ പോകുന്നില്ല മോളെ. അമ്മ ഒറ്റ ഒരാളാണ് എൻ്റെ ഉള്ളിലേക്കും അലീന ചേച്ചിയെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വിഷം കുത്തിവെച്ചത്. അലീന ചേച്ചി വന്നതിന് ശേഷമാണല്ലോ നമ്മുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത് ഇവിടെ ഓരോ പ്രശ്നത്തിനും കാരണം അലീന ചേച്ചിയാണെന്ന്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അലീന ചേച്ചിയല്ല, ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നത്തിനും കാരണം നമ്മുടെ അമ്മയാണെന്ന്. അമ്മയുടെ സംശയരോഗം ഇനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ എന്നൊക്കെ പറയാണ് രോഹിത്ത്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, രോഹിയേട്ടാ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. അമ്മ ഇപ്പോൾ അലീന ചേച്ചിയോട് ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളും ഓർത്ത് പിന്നീട് അമ്മ ഇരുന്ന് കരയേണ്ടി വരും. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ നേരത്തെ തൊട്ടേ വിചാരിക്കുന്നതാണ്, അലീന ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കൃഷ്ണനങ്ങളും ശിവനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ പെട്ടെന്നാണ് അലീനയോട് സ്നേഹം തോന്നിയത്. അതുപോലെ നമ്മുടെ അച്ഛനും പലതവണ പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന്. ഇനി അമ്മ പറയുന്നത് പോലെ അച്ഛൻ്റെ സ്വന്തം മകൾ തന്നെയാണോ അലീന ചേച്ചി? അപ്പോൾ കൃഷ്ണമോൾ പറയും, അല്ല, ഒരിക്കലും അല്ല, അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ അലീന ചേച്ചി? അത് പിന്നെ രോഹിയേട്ടാ, ദേ കൃഷ്ണമോളെ, നിനക്കെല്ലാം അറിയാമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി നീ എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കണ്ട. അത് പിന്നെ രോഹിത്തേട്ടാ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും നമ്മുടെ അമ്മയോ ഭവിതേച്ചിയോ അറിയാൻ പാടില്ല. അലീന ചേച്ചി ശരിക്കും നമ്മുടെ അമ്മയുടെ മകളാണ്, നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണ്. കൃഷ്ണ പറയുന്നത് കേട്ട് രോഹിത് അങ്ങ് ആകെപ്പാട് ഷോക്കായി നിൽക്കുകയാണ്. നീ എന്താ കൃഷ്ണമോളെ പറയുന്നത്? അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ മകളാണെന്നോ? അത് സ്വന്തം ചോരയാണെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ രോഹിയേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അമ്മയുടെ മകൾ തന്നെയാണ് അലീന ചേച്ചി. ചേട്ടൻ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും രവതിക്കുട്ടി തമ്മിൽ സംസാരിച്ച വോയിസ് റെക്കോർഡ് അത് രോഹിത്തിനെ കൃഷ്ണമോൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് തീർന്നും രോഹിത്ത് പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ അമ്മയുടെ മകൾ തന്നെയായിരുന്നു അലീന ചേച്ചി. അപ്പോൾ അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയാണോ? അതെ രോഹിത്തേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ അച്ഛന് ആദ്യമായിട്ട് അറ്റാക്ക് വന്നത്? ഈ വിവരം അറിഞ്ഞപ്പോഴാണ് അന്ന് അച്ഛന് അറ്റാക്ക് ഉണ്ടായത്. അപ്പോൾ രോഹിത് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്തുകൊണ്ട് ഇക്കാര്യം അമ്മയോട് ചോദിക്കുന്നില്ല? അലീന ചേച്ചി സത്യം പറയുന്നില്ല. അപ്പോൾ കൃഷ്ണമോൾ പറയും, അതോ, അലീന ചേച്ചി സത്യം തുറന്നു പറയുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മുടെ അമ്മയുടെ ജീവിതം തകരുമെന്നോർത്തായിരിക്കും ചേച്ചി ആരോടും ഒന്നും മിണ്ടാത്തത്. അതുമാത്രമല്ല, സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞ അമ്മ പിന്നെ ജീവനോടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അമ്മ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അച്ഛൻ ഇത് പറയുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ല. അച്ഛൻ ഓരോന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാനായിട്ട് മുതിരുന്നുണ്ട്. എല്ലാം സഹിച്ചു പിടിച്ച് നടക്കുകയാണ് അച്ഛൻ. ഇങ്ങനെ പോയാൽ മിക്കവാറും അമ്മയുടെ കുഴി അമ്മ തന്നെ തോണ്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കൃഷ്ണമോളെ, അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ അവിഹിത സന്തതിയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ എങ്ങനെയാണ് അലീന ചേച്ചിയെ സ്വന്തം മകളെപ്പോലെ കാണാൻ തോന്നുന്നത്? വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇതറിഞ്ഞ് ആ നിമിഷം തന്നെ ചേച്ചിയെ പുറത്താക്കി കാണും. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും പോലെയാണോ ചേട്ടാ നമ്മുടെ അലീന ചേച്ചി? എന്തിന് അച്ഛന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്തെല്ലാമാണ് ചേച്ചി ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ മക്കൾ നോക്കുന്നതിനേക്കാൾ നല്ലപോലെ ചേച്ചി നോക്കുന്നില്ലേ? അപ്പോൾ പിന്നെ ആ ചേച്ചിയെ അച്ഛൻ എങ്ങനെ വെറുക്കാനാണ് ചേട്ടാ? സത്യം പറയാലോ, ഈ സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയായിരുന്നെങ്കിലോ എന്ന്. എന്നാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സങ്കടത്തിലുപരി എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതൊക്കെ ശരി, എന്നാലും ഇത്രയും നാളും നമ്മുടെ അമ്മ അച്ഛനെ ചതിക്കുമല്ലായിരുന്നോ? ഒരു മകളുണ്ടായിരുന്നിട്ടും ഇത്രയും കാലം നമ്മളോടോ അച്ഛനോടോ അമ്മ ഇക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. എനിക്കിപ്പോൾ അമ്മയോട് ദേഷ്യം വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്തായാലും അച്ഛനെ ഒന്ന് കാണണം, അച്ഛനോട് മാപ്പ് പറയണം. ചേട്ടൻ മാപ്പ് പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഒരു കാരണവശാലും ചേട്ടൻ സത്യങ്ങൾ അറിഞ്ഞ വിവരം അച്ഛൻ ഒരിക്കലും അറിയാൻ പാടില്ല.
എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ എന്തായാലും ഈ കാര്യമൊന്നും പറയില്ല എന്ന് രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കിനും വൈജ അവളുടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ആഹാ, ആരത്? അമ്മയോ? ആ അതെ, ഞാൻ തന്നെ. ഈ വയ്യാത്ത കാലം വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിൻ്റെ അരികിലേക്ക് വരേണ്ട അവസ്ഥയാണല്ലോ. നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താ രോഹിണി ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് എൻ്റെ അരികിലേക്ക് വരാത്തേ? അവിടെ വന്നിട്ടിപ്പോൾ എന്തിനാണ്? എനിക്കിപ്പോൾ അങ്ങോട്ട് വരുന്നതേ ഇഷ്ടമില്ല. ഓ, നിനക്കിപ്പം എന്നെക്കാട്ടിലും വലുതാണല്ലോ ആലീന. നീയും നിൻ്റെ അച്ഛനെ പോലെ അവളെ തലയിൽ കയറ്റി വെച്ചോ. ഇല്ലെങ്കിൽ നാളെ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൾ തിരിച്ചു കൊത്തും, നീ നോക്കിയോ? ഓ, അതിന് പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തുന്ന ആരാന്ന് അല്ലെങ്കിലും അറിയാം. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അലീന ചേച്ചി ഒരിക്കലും ആരെയും ചതിക്കില്ല. ആഹോ, അപ്പോൾ ഞാനാണോ എടാ എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുന്നത്? വല്ലവളുമാരുടെ കൂടെ കിടന്നുണ്ടായതല്ലേടാ അങ്ങേർക്ക് ആ അലീന. ദേ അമ്മേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചു. അച്ഛനാണോ അമ്മയാണോ അഴിഞ്ഞാടി നടന്നതെന്ന് അമ്മയൊന്ന് ചിന്തിച്ചാൽ കൊള്ളായിരിക്കും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ആരുടെ കൂടെയാടാ അഴിഞ്ഞാടി നടന്നത്? അമ്മ അഴിഞ്ഞാടി നടന്നെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മ ഞങ്ങളുടെ പ്രായത്തിൽ അമ്മ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ വൈജ ഒരു ഞെട്ടലോട് കൂടി തന്നെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഏയ്, ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. ഞാനേ നല്ല അന്തസ്സുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഓ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ കൊള്ളാം. ഒരു കള്ളം ഒരിക്കലും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എല്ലാ കാലമൊന്നും ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അമ്മ ഒന്ന് ഇവിടെ നിന്ന് പോയി. അമ്മ പോയിരുന്നേ എനിക്ക് കുറച്ചു നേരം കിടക്കായിരുന്നു എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ വൈജ അവൻ്റെ റൂമിൽ നിന്ന് പോവുകയാണ്. വൈജ പോയ പുറകെ രോഹിത് വാതിലങ്ങ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ വൈജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവൻ എന്തെങ്ങനെ അർത്ഥം വെച്ച രീതിയിലൊക്കെ സംസാരിച്ചത്? ഇനി അവൻ സത്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവുമോ? എൻ്റെ സ്റ്റാലിൻ്റെ കാര്യം വല്ലോ ഇനി മക്കൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് വൈജ റൂമിലേക്ക് പോവുകയാണ്. അന്നേരമാണ് ബബിത അങ്ങോട്ട് വരുന്നേ. അല്ല, അമ്മ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അതെന്താടി, എനിക്കിവിടെ നിന്നാൽ ഒക്കില്ലേ? ഇത് നിൻ്റെ അച്ഛൻ്റെ വീടാണെന്ന് വെച്ച് എനിക്കിവിടെ നിൽക്കാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ബബിതയോടും ദേഷ്യപ്പെട്ടിട്ട് വൈജ അകത്തേക്ക് കയറിപ്പോവാണ്. ബബിത ആലോചിക്കുന്നുണ്ട്, ഈ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ഇനി അലീന ചേച്ചിയുടെ വല്ല കുറ്റവും പറഞ്ഞിട്ടോ രോഹിത്തേട്ടൻ്റെ അടുക്കിലേക്ക് ചെന്ന് കാണുമോ? അങ്ങനെയാണെങ്കിൽ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരിക്കും രോഹിത്തേട്ടൻ. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയെ കണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ, രോഹിത്തിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല അച്ഛാ, രോഹി ഇപ്പം പഴയ അച്ഛൻ്റെ മോൻ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അവൻ ദേ റൂമിലുണ്ട്. എന്നാൽ ഞാനൊന്ന് അവനെ കണ്ടിട്ട് ഫ്രഷായിട്ട് താഴത്തേക്ക് വരാം, മോള് ഭക്ഷണമൊക്കെ എടുത്തു വെക്ക് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂമിൻ്റെ വാതിൽ ചെന്ന് കൊട്ടുന്നുണ്ട്. അപ്പോൾ രോഹിത് വന്ന് വാല് തുറക്കുന്നുണ്ട്. ആഹാ, അച്ഛനോ? കയറി വാച്ചാ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അകത്തോട്ട് കയറിയിട്ട് ചോദിക്കുകയാണ്, എന്താ മോനെ, നീ ഇപ്പോൾ താഴേക്കൊന്നും ഇറങ്ങുന്നേ ഇല്ലല്ലോ? അത് പിന്നെ വെച്ചാൽ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. ആഹാ, എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ടച്ചാ, കുറച്ച് നേരം ഒന്ന് കിടന്നാൽ അതൊക്കെ റെഡിയാവും. എന്നാൽ മോൻ റെസ്റ്റ് എടുക്ക്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലച്ചാ, ഞാനൊന്നും കഴിച്ചില്ല. ആഹാ, ഇത്രയും നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലേ? അതെന്താ മോനെ? ഒന്നും ഇല്ലച്ചാ, എനിക്കെന്തോ വിശപ്പില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എന്നാൽ മോനൊരു കാര്യം ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ താഴത്തേക്ക് വാ, അച്ഛനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ മോനെ, എന്തു പറ്റി? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. രോഹിത് പെട്ടെന്ന് വന്ന് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അച്ഛാ, സോറി അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്താ മോനെ, എന്താ പറ്റിയത്? നീ എന്തിനീ അച്ഛനോട് സോറിയൊക്കെ പറയുന്നേ? അതിനു വേണ്ടി തെറ്റൊന്നും നീ എന്നോട് ചെയ്തിട്ടില്ലല്ലോ. അത് പിന്നെ അമ്മയുടെ വാക്കും കേട്ട് ഞാൻ അച്ഛനെ പല തവണ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് കുറ്റവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണോ? അതൊന്നും സാരമില്ല മോനെ, നീ കരയാതിരിക്കുക. ഇപ്പോഴെങ്കിലും നിനക്ക് അച്ഛനെ മനസ്സിലായല്ലോ. എനിക്കത് മതി, നീ കണ്ണു തുടയ്ക്ക്, ഞാൻ പോയി ഫ്രഷായിട്ട് വരാം, എന്നിട്ട് ഒന്നിച്ചിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ സമാധാനിപ്പിച്ച ശേഷം ബാലേന്ദ്രൻ റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഫ്രഷായി വന്നിട്ട് രോഹിത്തും ബാലേന്ദ്രനും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ രോഹിത്തിൻ്റെ മുഖം കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ പറ്റിയത്? നിൻ്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല ചേച്ചി. ചേച്ചി ഫുഡ് കഴിച്ചോ? ഇല്ല, നിങ്ങൾ കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. അത് വേണ്ട, ചേച്ചിയും കൂടി ഇരിക്കുക, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അലീനയെ കൂടിയിരുത്തി ഫുഡ് കഴിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ എന്നും ചേച്ചി ഞങ്ങളുടെ കൂടെ ഇരുന്ന് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മക്കളെ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്.
എന്നും പറഞ്ഞ ബാലേന്ദ്രൻ റൂമിലേക്ക് പോവുകയാണ്. അന്നേരം അലീന കഴിച്ച പ്ലേറ്റും ഫുഡും ബാക്കിയൊക്കെ ഉള്ളത് കിച്ചണിലേക്ക് എടുത്ത് വെക്കുകയാണ്. അന്നേരം രോഹിത് കിച്ചണിലേക്ക് വരുന്നുണ്ട്. എന്താ മോനെ, നിനക്ക് എന്തെങ്കിലും വേണോ? ഏയ് എനിക്കൊന്നും വേണ്ട ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി ശരിക്കും മാറാ, ചേച്ചിക്ക് ഞങ്ങളുടെ ഈ കുടുംബമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇത് ചോദിച്ചപ്പോൾ തന്നെ അലീന ഒന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. എനിക്കെന്ത് ബന്ധം? എനിക്കൊരു ബന്ധവുമില്ല, ഞാനിവിടുത്തെ സർവൻ്റ് അല്ലേ മോനെ. ഓഹോ അങ്ങനെയാണോ? ചേച്ചി ഇവിടുത്തെ സെർവൻറ്റ് മാത്രമാണോ? അതോ ഞങ്ങളുടെ അമ്മ വൈജയന്തി എന്ന് പറയുന്ന സ്ത്രീയുടെ മകൾ കൂടിയാണോ? ഇത് കേൾക്കുമ്പോൾ അലീന ഞെട്ടിത്തെറിച്ച് നിൽക്കും. അലീന ചോദിക്കും, നീ എന്താ മോനെ പറയുന്നേ? അതെ ചേച്ചി, ഞാനെല്ലാം അറിഞ്ഞു. കൃഷ്ണമോള് എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. എന്തിനാ ചേച്ചി ഇങ്ങനെ അമ്മയുടെ കുത്തുവാക്കം സഹിച്ച് ചേച്ചി ഇങ്ങനെ നിൽക്കുന്നേ? ചേച്ചിക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞൂടെ? ഇത് കേൾക്കുമ്പോൾ അലീന അവിടെ പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോനെ നീ ഇക്കാര്യം മറ്റാരൊരിക്കലും പറയരുത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അമ്മയൊന്ന് കാണാനും കുറച്ച് ദിവസം അമ്മയുടെ കൂടെ താമസിക്കാനും വേണ്ടി മാത്രമാണ്. ഞാൻ വൈജമേഡത്തിൻ്റെ മകളാണെന്ന് ഞാൻ ആരൊരിക്കലും പറഞ്ഞിട്ടില്ല. വൈജമേഡത്തിൻ്റെ മകളായിട്ട് ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല. ഈ നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. അച്ഛൻ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോകും. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സത്യങ്ങൾ മുഴുവൻ അച്ഛൻ അമ്മയോട് പറയും. അങ്ങനെ സംഭവിച്ചാൽ അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ അലീന പറയും. അപ്പോൾ രോഹിത് ചോദിക്കും, എന്നാലും ചേച്ചി അമ്മയുടെ വൈകാഴിയൊക്കെ മാറിയിട്ടുണ്ട്. ചേച്ചി ഇവിടെ നിന്ന് പുറത്താക്കാൻ അമ്മ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ മോനെ എനിക്കറിയാം, അമ്മ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്നെ തല്ലിക്കോട്ടെ, വഴക്ക് പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. എൻ്റെ അമ്മയെ എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. ഇനി അമ്മയെ കണ്ടെത്തിയതുപോലെ എനിക്ക് എൻ്റെ അച്ഛനെയും കൂടെ കണ്ടെത്തണം. അയ്യോ ചേച്ചി, ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിച്ചാൽ പിന്നീട് ചേച്ചി ഇവിടെ നിന്ന് പോകില്ലേ? പിന്നെ പോകാതെ പിന്നെ എന്നാണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടതല്ലേ? അപ്പോൾ പോയാൽ പിന്നെ ചേച്ചി ഇങ്ങോട്ട് തിരികെ വരില്ലേ? അറിയില്ല, ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം എന്താകുമെന്ന് എനിക്കൊരു നിശ്ചയവും ഇല്ല. എന്തായാലും മോൻ എനിക്കൊരു വാക്ക് തരണം. മോൻ ഈ അറിഞ്ഞ സത്യങ്ങളൊന്നും ഒരിക്കലും അമ്മയോട് തുറന്നു പറയില്ല എന്ന്. രോഹിത് ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് അലീനയ്ക്ക് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലേ ചേച്ചി, ഞാൻ ഒരിക്കലും ഇത് അമ്മയോട് പറയില്ല എന്നും പറഞ്ഞ രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം കൃഷ്ണമോൾ അങ്ങോട്ട് വരും. അല്ല എന്താ ചേച്ചി, രോഹിത് ഏട്ടൻ കിച്ചണിലൊക്കെ? സാധാരണഗതിയിൽ ഏട്ടൻ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. അപ്പോൾ അലീന ചോദിക്കും, മോളെ നീ രോഹിത്തിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ? അത് പിന്നെ ചേച്ചി നീ പരുങ്ങണ്ട, അവൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിനാ മോളെ നീ അവനോട് ഈ സത്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്തായാലും ചേച്ചി രോഹിത്തേട്ടൻ ഇത് സത്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതല്ലേ? എന്തായാലും ചേട്ടൻ ഇതാരോടും പറയില്ല, പ്രത്യേകിച്ച് അമ്മയോട്. അപ്പോൾ അലീന ചോദിക്കും, മോളെ നീ രോഹിത്തിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞ വിവരം അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഇല്ലേ ചേച്ചി, ഞാനിത് അച്ഛനോട് പറഞ്ഞിട്ടില്ല. ചേച്ചി അച്ഛനോട് പറയരുത്, അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ എന്നെ വഴക്ക് പറയും. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അലീന ഒന്ന് ആക്കിയ രൂപത്തിൽ പറയാണ്. അപ്പോൾ കൃഷ്ണമോളുടെ മുഖത്ത് ചെറിയൊരു സങ്കടമൊക്കെ വരും. ചേച്ചി വെറുതെ പറഞ്ഞല്ലേ മോളെ, ചേച്ചി അച്ഛനോടൊന്നും പറയില്ല എന്നിങ്ങനെ അലീന പറയുകയാണ്. അതെല്ലാം കഴിഞ്ഞ് രേവതിക്കുട്ടി അലീനെ വിളിക്കുന്നുണ്ട്. ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ചേച്ചിയുടെ അനിയൻ രോഹിത് എന്ത് പറയുന്നു? അപ്പോൾ അലീന പറയും, മോളെ അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, ഞാൻ വൈജമേഡത്തിൻ്റെ മകളാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു. ആഹാ, എന്നിട്ട് രോഹി ചേച്ചിയുടെ അമ്മയുടെ ഇരിക്കെ പറഞ്ഞോ? അത് ഇല്ല മോളെ, അവനത് അമ്മയോട് പറയില്ലെന്ന് എനിക്ക് വാക്ക് തന്നു. ആ രോഹിതല്ലേ, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവൻ മിക്കവാറും ഇക്കാര്യം ചേച്ചിയുടെ അമ്മയോട് പറയും. ഇല്ല മോളെ, അവനിപ്പോൾ പഴയ രോഹിതല്ല. അതുപോലെ പഴയ രോഹിതല്ലാന്നും അവൻ സംഭവിച്ച കാര്യത്തിനെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചതും അലീനയെ ചേച്ചിയായിട്ട് അംഗീകരിച്ച കാര്യമൊക്കെ രേവതിക്കുട്ടിയിലേക്ക് അലീന പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അലീനയോട് പറയും, അവൻ ചേച്ചിയുടെ അനിയനൊക്കെ തന്നെയാണ്, പക്ഷേ എന്നാലും അവനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഫോൺ വെക്കും. എന്തായാലും നമ്മുടെ മഴയത്തോരു മുമ്പേ വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡുകളാണ്.